ഫ്ലോറിംഗ്. ഫ്ലോറിംഗ് ഇടയ്ക്കിടെ പുതുക്കുക സാധ്യമല്ല. പെട്ടെന്ന് മടുക്കാത്ത നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ആവശ്യമെങ്കിൽ കാർപ്പറ്റ്, റംഗ് എന്നിവയിലൂടെ തറയ്ക്ക് പുതുമ നൽകാം. ലൈറ്റിംഗ്. ആയുഷ്കാലം മുഴുവൻ ഒരേ ലൈറ്റ് ഫിക്സ്ചർ തന്നെ ഉപയോഗിക്കുക എന്നതാണ് മിക്കവരുടെയും രീതി. അതിനാൽ ലൈറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ കരുതൽ വേണം. ആകൃതി, വലുപ്പം, നിറം എന്നീ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ലൈറ്റ് വാങ്ങാൻ. ചതുരം, ദീർഘചതുരം, വൃത്തം എന്നിവ ധൈര്യമായി തിരഞ്ഞെടുക്കാം. ഇവ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല എന്നതാണ് പ്രത്യേകത. അതുപോലെ ന്യൂട്രൽ നിറങ്ങൾക്കും എപ്പോഴും മിനിമം ഗ്യാരണ്ടി ഉണ്ടാകും. മുറിയുടെ വലുപ്പത്തിന് ആനുപാതിക വലുപ്പത്തിലുള്ളത് തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. വലിയ അലങ്കാര പണികളും ധാരാളം നിറങ്ങളുമുള്ള മോഡലുകൾ പെട്ടെന്ന് പഴഞ്ചനാകും. സാങ്കേതിക വിദ്യയെ കണ്ടുപിടിക്കണം. ഓൺലൈൻ ക്ലാസും മീറ്റിങ്ങുകളുമെല്ലാം സാധാരണയായതോടെ ആർക്കും മുഖം തിരിഞ്ഞു നിൽക്കാനാകാത്ത സ്ഥിതിയായി. വൈഫൈ, ഡിജിറ്റൽ TV എന്നിവയുടെ കണക്ഷൻ കേബിളുകൾ എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ വീട് പണിയുമ്പോൾ തന്നെ ചെയ്തിരിക്കണം. മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് തുടങ്ങിയ സൂക്ഷിക്കാനും ചാർജ് ചെയ്യാനുമുള്ള സൗകര്യങ്ങളും ആദ്യമേ പ്ലാൻ ചെയ്യണം. ഹോം ഓട്ടോമേഷൻ ഇപ്പോൾ അത്ര ചെലവേറിയ കാര്യമല്ല. സുരക്ഷയുടെയും സൗകര്യങ്ങളുടെയും കാര്യങ്ങളിൽ ഓട്ടോമേഷന്റെ സാധ്യത പ്രയോജനപ്പെടുത്താം. വാതിൽ തുറക്കാതെ തന്നെ ആരാണ് വന്നത് എന്ന് കാണാനും അവരോട് സംസാരിക്കാനും സൗകര്യമൊരുക്കുന്ന ഡോർ ക്യാമറകളും ശബ്ദം തിരിച്ചറിഞ്ഞ് ലൈറ്റും ഫാനും ഒക്കെ പ്രവർത്തിക്കുന്ന വോയിസ് അസിസ്റ്റന്റ് സംവിധാനവും അധികം പണം ചെലവഴിക്കാതെ തന്നെ ഏർപ്പെടുത്താനാകും.